ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ചെയ്തിട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂരിക്ക് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ പലർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് പൂരി ഫ്രൈ ചെയ്യുമ്പം ഓയിൽ കുടിക്കുക എന്നുള്ളൊരു പ്രശ്നവും, അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് അങ്ങ് പൊങ്ങി വരാതെ അങ്ങനെയുള്ള പ്രോബ്ലം, പിന്നെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോവുക, അങ്ങനത്തെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഓയിൽ കുടിക്കാതെ അകത്തേക്ക് നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ഒരു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഒഴിവാക്കാം, പക്ഷെ മൈദ കൂടെ ചേർക്കുകയാണെങ്കിൽ ഉൾവശത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ പൂരി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മളൊരു 1 ടീസ്പൂണോളം നമ്മുടെ ഷുഗർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ഉണ്ടാവും നമ്മുടെ പൂരിക്ക്. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്, അതായത് ക്യൂമിൻ സീഡ്സ് ആണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പൂരി ചെയ്യുന്ന സമയത്ത് ഇത് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പൂരി ഇങ്ങനെ കറിയൊന്നും ഇല്ലാണ്ട് നമ്മൾ കഴിക്കുമ്പം ആ ജീരകം കടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം, ആ ഉപ്പും എല്ലാം കൂടെ എല്ലാ വശത്തേക്കും ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന വെള്ളം 1 കപ്പ് വെള്ളമാണ്. നോർമലായിട്ടുള്ള വെള്ളത്തിലല്ല നമ്മളിത് കുഴക്കുന്നത്, അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ചെറു ചൂടുള്ള വെള്ളമല്ല കേട്ടോ, എന്നാൽ തിളച്ച വെള്ളമല്ല. അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ നമ്മുടെ കൈ കൊണ്ട് കുഴക്കാൻ അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് കഴിയുന്നൊരു ചൂടുണ്ടല്ലോ, അത്രയും ചൂടുണ്ട് വെള്ളത്തിന്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ താവി എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതിപ്പം കൈ വെച്ച് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അത്യാവശ്യം കുറച്ചൊക്കെ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കൈ വെച്ച് അങ്ങനെ കുഴച്ച് പോയി, പിന്നെയാണ് ഓർത്തത് താവി എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനത് 1 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആട്ടപ്പൊടിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വെള്ളം എത്രത്തോളം വേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ട് ഒന്ന് ഒട്ടി പിടിക്കുന്ന ഒരു കണ്ടീഷനാവും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് കുഴക്കുക. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ കുഴക്കാം. അപ്പോൾ ഇതിന് 1 കപ്പും പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കൂടെയാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്, ഇത്രയും കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് അത്രയും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം നമ്മളിത് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ ഒരു 15 മിനിറ്റേലും വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒരു 1 ടീസ്പൂണോളം നമ്മുടെ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പം ഇതിൻ്റെ മുകൾ വശം ഇങ്ങനെ ഡ്രൈ ആവാതെ ഉണങ്ങി പിടിക്കൂലേ, അതുപോലെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ ആ കുഴച്ച് വെച്ച കണ്ടീഷനില്ലേ, അതിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മളിത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മളിത് കുറേശ്ശെ ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുമേ. അപ്പോൾ നമ്മുടെ പൂരി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും സൈസ് വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ച് ചെറിയതാണ്. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന അത്ര വലുപ്പത്തിലൊന്നും പൂരി നമ്മൾ പരത്തിയെടുക്കാറില്ലല്ലോ. ഞാനിവിടെ എല്ലാം തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്കിത് എങ്ങനെ പരത്തിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്താൽ തന്നെ മതി കേട്ടോ. ഞാൻ പത്തിരി പ്രസ് ഇല്ലാത്തവരായിരിക്കും കൂടുതലും ഉള്ളവർ, അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരത്തി കാണിക്കുന്നത്. വളരെ കുറച്ച് നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് തൂവിയിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. തൂവി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ പരത്തിയിട്ട് എടുക്കുകയാണ്.
ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കാം. എന്നതിന് ശേഷം ഇതിനെ നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മൾ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടിക്കാവരുത്, അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ടും പരത്തിയെടുക്കരുത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു കണ്ടീഷനാണ്. വളരെ ചെറുതായിട്ട് തിന്നായിട്ട് നമ്മൾ പരത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരില്ല, പൊട്ടിപ്പോവുക ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കട്ടിക്കാവുമ്പം നമ്മളത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഹാർഡായിട്ട് കൂടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പ്രത്യേകം പറയാണ്, ഇതുപോലെ ഇങ്ങനെ മേലെ മേലെ നമ്മൾ പരത്തിയിടുമ്പം നിങ്ങളാ പൊടി കുറച്ചിങ്ങനെ മുകളിൽ ഇടുകയാണെങ്കിൽ കുറച്ച് പൊടി ആദ്യമേ വെച്ചോട്ടോ, അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പരത്തിയിടേണ്ടി വരും. ഈ പൊടി ഞാൻ ഓയിലേക്ക് ഇടുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തട്ടി കളഞ്ഞിട്ടാണ് കേട്ടോ ഓയിലിടുക. അതുപോലെ പത്തിരി പ്രസ്സിലാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഓരോന്ന് പ്രസ് ചെയ്യുക, അപ്പം തന്നെ ഫ്രൈ ചെയ്യാമല്ലോ. പ്രസ് ചെയ്യാൻ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത് കേട്ടോ, ഇതിനേക്കാളും കുറഞ്ഞു പോകരുത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അവിടെ വീട്ടിൽ ഉമ്മയൊക്കെ വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വളരെ പതിയെ ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടേ പാടുള്ളൂ കേട്ടോ. ഒന്ന് നമ്മൾ പ്രസ് ചെയ്താണ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. ഒരു വശം ഇങ്ങനെ ലൈറ്റായിട്ടൊരു ഗോൾഡ് കളർ വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ പൂരി ഫ്രൈ ചെയ്യുമ്പം നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ അടുത്തിങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓയിൽ ചൂട് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിയിട്ട് പോകും കേട്ടോ. എന്നാൽ നമ്മുടെ ആദ്യത്തെ പൂരി ഞാനിത് അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പൂരി ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓയിലിൻ്റെ ചൂടാണ്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അതുപോലെ തന്നെ ആ എണ്ണയുടെ ചൂട് ഇങ്ങനെ കൂടി വന്നിട്ട് നമുക്ക് കളറ് മാറുന്നൊരു ഇതുണ്ടാവും നമ്മൾ ഫ്രൈ ചെയ്യുമ്പം. അങ്ങനെ തോന്നുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഓയിലിൻ്റെ ചൂട് നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഓയിലിൻ്റെ ചൂട് കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കളറൊന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആയി വിചാരിച്ചിട്ട് ഹാർഡായി പോകുന്നില്ല. ഒരുപാട് കളറ് മാറിയിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകണമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും എല്ലാ പൂരിയും തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കൂല. നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പൊങ്ങി നല്ല ക്രിസ്പി ഒക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കറിയിലേക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.